ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം മുള്ളങ്കി തോരൻ വെച്ച് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു കുത്തല് സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ അധികം പേരും ആരും കഴിക്കാറില്ല. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറ്റിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇതെങ്ങനെ തോരൻ വെച്ച് കഴിക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം 2 വലിപ്പമുള്ള മുള്ളങ്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചെത്തിക്കളയാം. ഈ തൊലി ഭാഗമൊന്നും വലിയ കട്ടിയൊന്നും ഇല്ലാത്ത തൊലി ഭാഗമാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ അത്രയും പോലും കട്ടിയില്ല. നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇതൊന്ന് ചീകി കൊടുക്കാം. ഞങ്ങളിവിടെ ചീകി കൊടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ ചീകി തന്നെ കൊടുക്കുക. കൊത്തി അരിയാനോ അരിഞ്ഞു കൊടുക്കാനോ ഒന്നും പാടില്ല. ഇതുപോലെ ചെത്തി തന്നെ കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ ചെത്തി കൊടുക്കുകയാണ് കേട്ടോ. മുള്ളങ്കി കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രമേഹ രോഗികൾക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും എല്ലാം ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുവാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മാസത്തിലോ ആഴ്ചയിലോ ഒരു പ്രാവശ്യമെങ്കിലും ഇത് മുള്ളങ്കി ഇതുപോലെ തോരൻ വെച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അതിനായിട്ട് ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ടിട്ട് ദാണ്ടെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഇതുപോലെ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ചാറിൽ ഈ സ്മെല്ല് നല്ലതുപോലെ നമുക്ക് മാറിക്കിട്ടും. നന്നായിട്ട് കൈ കൊണ്ടിട്ട് തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പം ഇത്രയും നീരാണ് ഇതിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോകില്ല. ആ ഒരു കുത്തല് സ്മെല്ല് നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഫുള്ളായിട്ട് ഞാനിവിടെ എടുത്തിട്ട് ആ ഒരു നീര് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നീര് ഞാനങ്ങ് കളയുകയാണ്. അപ്പം ഇതുപോലെ ഇവിടെ തേങ്ങാപ്പീര പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്. അപ്പം ഇതിൽ നമുക്ക് ഇതിന് തോരൻ വെക്കുന്നതിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 തുണ്ട് വെളുത്തുള്ളി തൊലി കളയാതെ കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക്, ഒരു പിടി തേങ്ങ, കുറച്ച് കരിവേപ്പില. ഇത്രയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നേരത്തെ ചീകി വെച്ചിരുന്ന ആ ഒരു മുള്ളങ്കിയിൽ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഒരു പിടി തേങ്ങാപ്പീരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തോരൻ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് വെള്ളമോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൈ കൊണ്ട് നല്ലതുപോലെ നെവിടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ അരപ്പും ഈ തേങ്ങാപ്പീരയുടെ ഇത് മണവും എല്ലാം കൂടെ ആ മുള്ളങ്കിയിലോട്ട് പിടിച്ചു വരുന്നതായിരിക്കും. സ്പൂൺ കൊണ്ടിട്ടൊന്നും ഇളക്കാനായിട്ട് പാടില്ല. ഇതുപോലെ കൈ കൊണ്ടിട്ട് തന്നെ നന്നായിട്ട് ബലം കൊടുത്തിട്ട് തന്നെ ചെയ്ത് തന്നെ നല്ലതുപോലെ ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വെക്കുക. ഈ അരപ്പും ഉപ്പും മുളകിൻ്റെ എരിയും സവാളയുടെ മണവും എല്ലാം ആ മുള്ളങ്കിയിൽ നന്നായിട്ട് പിടിച്ചു വരണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു വരുന്നതായിരിക്കും. ഇനി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഈ വറ്റൽമുളകും കരിവേപ്പിലയും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് 3ഉം അത്യാവശ്യമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നേരത്തെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു മുള്ളങ്കിയും അരപ്പും കൂടെ അതിനകത്തോട്ട് തട്ടി കൊടുത്തതിന് ശേഷം എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നേരത്തെ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൈവിടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് പോലും വേണ്ട. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. ഒരു 5 മിനിറ്റ് സമയത്തേക്കെങ്കിലും ഒന്ന് തട്ടിപ്പൊത്തി എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം വെള്ളമൊക്കെ നല്ലതുപോലെ ആ മുള്ളങ്കിയിൽ നിന്ന് ഇറങ്ങി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തോരൻ ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്യാബേജ് തോരൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ആ കുത്തല് സ്മെല്ലോ ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത്
ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അത്രേ ഉള്ളൂ. ടാറ്റാ.